സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പെരിക്കാർഡൈറ്റിസ്. അപ്പം എന്താണ് പെരിക്കാർഡൈറ്റിസ്? അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്കാണ് ഡെഫിനിഷൻ, നമ്മൾ അതിൻ്റെ കോസസ്, സയൻസ് ആൻഡ് സിംറ്റംസ്, ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്, പിന്നെ നേഴ്സിംഗ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് നമുക്ക് എന്താണ് ഡെഫിനിഷൻ എന്ന് നോക്കാം. അപ്പോൾ എന്താണ് പെരിക്കാർഡൈറ്റിസ്? പെരിക്കാർഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ പെരിക്കാർഡിയത്തിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ പെരിക്കാർഡൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പെരിക്കാർഡിയം? പെരിക്കാർഡിയം എന്ന് പറഞ്ഞാൽ ഒരു തിൻ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ് നമ്മുടെ ഹാർട്ടിനെ കവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പെരിക്കാർഡിയത്തിൻ്റെ മെയിൻ ഫങ്ഷൻ. അതുകൂടാതെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെതായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻ ചെയ്യാനും പെരിക്കാർഡിയം സഹായിക്കുന്നുണ്ട്. ഈ പെരിക്കാർഡിയത്തിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ് നമ്മൾ പെരിക്കാർഡൈറ്റിസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ പെരിക്കാർഡിയം നമുക്ക് ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ്. അപ്പം അതിന് ഒരു ഇന്നർ ലെയറും ഉണ്ട്, ഒരു ഔട്ടർ ലെയറും ഉണ്ട്. ഇന്നർ ലെയറിനെ നമ്മൾ വിസറൽ ലെയർ എന്നും ഔട്ടർ ലെയറിനെ നമ്മൾ പരൈറ്റൽ ലെയർ എന്നും പറയും. അപ്പം ചില സമയത്ത് കോൺസിക്വൻസസ് ആയിട്ട് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ഈ ഇൻഫ്ലമേഷൻ കാരണം ഈ രണ്ട് ലെയറിൻ്റെ ഇടയ്ക്ക് ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ പെരിക്കാർഡിയൽ എഫ്യൂഷൻ എന്ന് പറയുന്നത്. പെരിക്കാർഡിയൽ എഫ്യൂഷൻ, ഈ പെരിക്കാർഡിയൽ എഫ്യൂഷൻ്റെ അളവ് കൂടുകയും അത് നമ്മുടെ ഹാർട്ടിനെ കംപ്രസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മളിതിനെ കാർഡിയാക് ടാമ്പോനേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പെരിക്കാർഡിയത്തിൻ്റെ ഒരു ഓവർവ്യൂ. സ്റ്റോപ്പ് ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ കോസസ്, പെരിക്കാർഡൈറ്റിസിൻ്റെ കോസസിനെ പറ്റി പറയാം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് വൈറൽ ഇൻഫെക്ഷനാണ്. അതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഓർഗാനിസം കോക്സാക്കി വൈറസ് ഉള്ള ഓർഗാനിസമാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഓർഗാനിസം. അപ്പോൾ ഈ വൈറൽ ഇൻഫെക്ഷൻ നമുക്ക് ഡ്യൂറിങ് ദ ഇൻഫെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ആഫ്റ്റർ ദ ഇൻഫെക്ഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് പെരിക്കാർഡൈറ്റിസ് ഉള്ള പേഷ്യൻറ്റിനെ ഫിസിക്കൽ എക്സാമിനേഷനും ഹിസ്റ്ററി കളക്ഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ചില പേഷ്യൻസ് നമുക്ക് വരും, അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് പറയും, എനിക്ക് ലാസ്റ്റ് വീക്ക് ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അത് ട്രീറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ടാണ് ഈ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയും. അപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ ആണ് വൺ ഓഫ് ദ മെയിൻ കോസസ് ഓഫ് പെരിക്കാർഡൈറ്റിസ്. അതുകൂടാതെ തന്നെ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം. മെയിനായിട്ട് കാണുന്ന ഓർഗാനിസംസ് ആണ് സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റെഫൈലോകോക്കസ്, അതുപോലെ തന്നെ മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അങ്ങനെ കുറേ ഓർഗാനിസംസ് ഉണ്ട്. ഇത് കോമൺ ആയിട്ട് നമുക്ക് കാണുന്ന ഓർഗാനിസംസ് ആണ്. പിന്നെ നമുക്ക് വരുന്നതാണ് ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ്. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ലൂപ്പസ് എറിത്രോമാറ്റസ് അല്ലെങ്കിൽ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസിനും പെരിക്കാർഡൈറ്റിസ് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ പോസ്റ്റ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അത് വളരെ കോമൺ ആണ്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ വന്ന പേഷ്യൻറ്റിന് നമുക്ക് ചിലപ്പോൾ വിത്തിൻ 3 days അല്ലെങ്കിൽ വിത്തിൻ ഫ്യൂ ഡേയ്സ് തന്നെ നമുക്ക് പെരിക്കാർഡൈറ്റിസ് ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരാറുണ്ട്. അതല്ല എങ്കിൽ 1 month 2 month കഴിഞ്ഞിട്ട് നമുക്ക് പെരിക്കാർഡൈറ്റിസ് വരാറുണ്ട്. അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. നമുക്ക് വിത്തിൻ 1 or 3 daysനുള്ളിൽ വരുന്നതിനാണെങ്കിൽ നമ്മൾ പോസ്റ്റ് ഇൻഫാക്ഷൻ ഫൈബ്രനസ് പെരിക്കാർഡൈറ്റിസ് ആണെന്നാണ് പറയുന്നത്. ഒരു 3 months കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നമുക്കതിനെ ഡ്രെസ്ലിയ സിൻഡ്രോം എന്ന് പറയാറുണ്ട്. അതൊരു ഓട്ടോഇമ്യൂൺ ആണ് മെയിൻ കോസ്, പക്ഷേ പോസ്റ്റ് എം ഐ കഴിഞ്ഞിട്ടാണ് അത് വരാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ MI റിലേറ്റഡ് ആയിട്ട് അത് പറഞ്ഞത്. അതുകൂടാതെ നമുക്ക് പെരിക്കാർഡൈറ്റിസ് വരുന്ന സം ഓഫ് ദ കോസസ് ആണ് റേഡിയേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും പേഷ്യൻറ്റിന് റേഡിയേഷൻ തെറാപ്പി കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന പേഷ്യൻറ്റിന് അത് കാരണം പെരിക്കാർഡൈറ്റിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഏതെങ്കിലും പേഷ്യൻ്റ് ഓപ്പൺ ചെസ്റ്റ് ട്രോമ അനദർ റീസൺ ആണ്. അതുകൂടാതെ തന്നെ ഏതെങ്കിലും പേഷ്യൻ്റ് ആയിട്ടുള്ള ആക്സിഡൻ്റൽ, നമ്മൾ ഏതെങ്കിലും സർജറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആക്സിഡൻ്റലായിട്ട് എന്തെങ്കിലും ഒരു ഇഞ്ചുറി വരുവാണ്, അപ്പം അങ്ങനെ ഒരു പെരിക്കാർഡൈറ്റിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് കോമൺ ആയിട്ടുള്ള പെരിക്കാർഡൈറ്റിസിൻ്റെ കോസസ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പറയാം അതിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ്. അപ്പം ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചെസ്റ്റ് പെയിൻ ആണ്. അപ്പം എല്ലാവരും എവറി ടൈം പേഷ്യൻറ്റ് നമുക്ക് പെരിക്കാർഡൈറ്റിസ് ഉള്ള പേഷ്യൻറ്റ് അഡ്മിറ്റ് ആവുന്നത് ചെസ്റ്റ് പെയിൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ടാണ്. അപ്പം ആദ്യം നമുക്ക് വരുമ്പോൾ നമുക്ക് ഡൗട്ട് ആവും, ഇത് ചെസ്റ്റ് പെയിൻ, ഈ ചെസ്റ്റ് പെയിൻ പെരിക്കാർഡൈറ്റിസിൻ്റെ ആണോ അതോ MIയുടെ ആണോ നമുക്ക് ഡൗട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ചെസ്റ്റ് പെയിൻ ഒരു പെക്യുലിയർ ഫീച്ചറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെസ്റ്റ് പെയിന് വഷളാവും എപ്പോഴാണ് നമ്മൾ ഡീപ്പ് ഇൻസ്പിറേഷൻ എടുക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മൾ കഫ് ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മൾ സ്വാളോ ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മൾ ലൈൻ ഫ്ലാറ്റ് നമ്മൾ നേരെ കിടക്കുന്ന സമയത്ത് ഈ പെയിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടും. എന്നാൽ നമ്മൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ എണീറ്റിരിക്കുകയാണ്, നമ്മൾ കുറച്ചും കൂടെ സിറ്റ് ചെയ്തിട്ട് ലീൻ ഫോർവേഡ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ പെയിൻ്റെ ലെവൽ ഇൻറ്റൻസിറ്റി കുറയും. പക്ഷേ കംപ്ലീറ്റ്ലി നമുക്ക് പെയിൻ റിലീവ് ആവില്ല, പക്ഷേ നമ്മുടെ പെയിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. ഇതാണ് നമുക്ക് MI റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പെരിക്കാർഡൈറ്റിസ് വരുന്ന പെയിൻ്റെ ഫീച്ചർ. പക്ഷേ MI ആണെങ്കിൽ പെയിൻ ഒരിക്കലും പൊസിഷനല്ല. നമുക്ക് കിടക്കുമ്പോഴോ അല്ലെങ്കിൽ എണീറ്റിരിക്കുമ്പോഴോ പെയിൻ്റെ വേദന മാറുമില്ലോ ഒന്നുമില്ല. MIയുടെ പെയിൻ കോൺസ്റ്റൻ്റ് ആണ്. മെഡിക്കേഷൻസ് മോർഫിൻ അല്ലെങ്കിൽ നൈട്രേറ്റ്സ് കൊടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ വേദന കുറയുന്നത്. അതല്ലാതെ ഇത് പൊസിഷനിലല്ല MIയുടെ പെയിൻ. അതാണ് നമുക്ക് MIയുടെ പെയിനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് നമ്പർ 1 സയൻസ് ആൻഡ് സിംറ്റം ഓഫ് പെരിക്കാർഡൈറ്റിസ്. രണ്ടാമത്തെ സിംറ്റം എന്ന് പറയുന്നത് പെരിക്കാർഡിയൽ ഫ്രിക്ഷൻ ഉണ്ടാകും. നമ്മൾ
നമ്മളൊരു പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലൈറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് പെരിക്കാർഡൈറ്റിസ് ഉള്ള പേഷ്യൻറ്റിന് ഒരു പെരിക്കാർഡിയൽ ഫ്രിക്ഷൻ റബ്ബിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞു പെരിക്കാർഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ 2 ലെയർ ഉണ്ട്. നമ്മുടെ ഇന്നർ ലെയറും ഉണ്ട്, ഔട്ടർ ലെയറും ഉണ്ട്. ഈ 2 ലെയർ ഇൻഫ്ലെയിംഡ് ആയി കഴിയുമ്പോൾ ഇത് രണ്ടും കൂട്ടിമുട്ടുമ്പോൾ വരച്ചുന്നൊരു സൗണ്ട് ഉണ്ട്. അതാണ് ഈ പെരിക്കാർഡിയൽ ഫ്രിക്ഷൻ റബ്ബ്. ഇത് നമുക്ക് ലെഫ്റ്റ് സ്റ്റേർണൽ ബോർഡറിലാണ് കേൾക്കാൻ പറ്റുന്നത്. ഇത് നമുക്ക് ശരിക്കും കേൾക്കാൻ പറ്റുന്നത് ഡ്യൂറിങ് എക്സ്പിറേഷൻ ടൈമിലാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഇരുന്നിട്ട് ലീനിങ് ഫോർവേഡ് ടൈമിലാണ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നത്. പെരിക്കാർഡൈറ്റിസിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള 2 സൈൻസ് ഓഫ് സിംറ്റംസ് ആണ് ചെസ്റ്റ് പെയിൻ ആണ്, രണ്ടാമത്തേത് പെരിക്കാർഡിയൽ ഫ്രിക്ഷൻ റബ്ബ്. അതുകൂടാതെ തന്നെ നമ്മൾ ഓൾറെഡി പല കോസസ് പറയും. ആ കോസസ് റിലേറ്റഡ് ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് വരും. അതിൻ്റെ അത് ഫീവർ ഉണ്ട്, കാരണം നമ്മൾ ഇൻഫെക്ഷൻ പറഞ്ഞു. പേഷ്യൻറ്റ് ഫറ്റീഗ് ആയിരിക്കും, പേഷ്യൻറ്റ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് കാണും. അതുകൂടാതെ തന്നെ പേഷ്യൻറ്റ് കാർഡിയാക് ടാമ്പോയിനറ്റിലോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കും. കാർഡിയാക് ടാമ്പോയിനോട്ട് പോവുകയാണെങ്കിൽ പേഷ്യൻറ്റിൻ്റെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത് ഹൈപ്പോടെൻഷൻ, അതുപോലെ മഫിൾഡ് ഹാർട്ട് സൗണ്ട്, പൾസസ് പാരഡോക്സസ്, ജുഗുലാർ വെനസ് ഡിസ്റ്റൻഷൻ. ഈ 4 സൈൻസ് ആൻഡ് സിംറ്റംസ് കോമൺ ആണ് കാർഡിയാക് ടെമ്പോനൈഡിന്. ഇത് പെരിക്കാർഡൈറ്റിസിൻ്റെ അല്ല. ഇത് പേഷ്യൻറ്റ് കോംപ്ലിക്കേഷൻ, പേഷ്യൻറ്റിന് പെരിക്കാർഡൈറ്റിസിന് പേഷ്യൻറ്റ് കാർഡിയാക് ടെമ്പോനൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഇത്രയും സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പേഷ്യൻറ്റ് മെയിനായിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ്. അടുത്തതായിട്ട് നമുക്ക് ഡയഗ്നോസ്റ്റിക്സ് നോക്കാം. എന്തൊക്കെ ടെസ്റ്റാണ് ഒരു പേഷ്യൻറ്റ് പെരിക്കാർഡൈറ്റിസ് ആയിട്ട് അഡ്മിറ്റ് ആയി നമ്മൾ ചെയ്യുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ECG ആണ്. അപ്പോൾ ECG ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഒരു പെരിക്കാർഡൈറ്റിസ് ഉള്ള പേഷ്യൻറ്റിൻ്റെ ECGയുടെ സ്പെസിഫിക് ഫൈൻഡിങ്സ്. ഒന്നാമത്തെ ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫ്യൂസ് ST എലിവേഷൻ കാണാൻ പറ്റും. ഡിഫ്യൂസ് ST എലിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ലീഡ്സിലും V1 to V6 അല്ലെങ്കിൽ ലിം ലീഡ്സിലും ചെസ്റ്റ് ലീഡ്സിലൊക്കെ നമുക്ക് ST എലിവേഷൻസ് കാണാൻ പറ്റും. രണ്ടാമത് പറയുന്നതാണ് PR സെഗ്മെൻറ്റ് ഡിപ്രഷൻ. PR സെഗ്മെൻറ്റിൻ്റെ ഡിപ്രഷൻ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ട് പെരിക്കാർഡൈറ്റിസ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കൊരു MI പേഷ്യൻറ്റ് വന്ന ഒരു പെരിക്കാർഡൈറ്റിസ് ആണോ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഇപ്പോൾ MI ഒരു പേഷ്യൻ്റായിട്ട് വരുവാണെങ്കിൽ നമുക്ക് എപ്പോഴും അറിയാം MI സ്പെസിഫിക് ആയിരിക്കും. സപ്പോസ് ഇപ്പം ഏത് വോളിലാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്, ഇൻഫീരിയർ വോളാണോ, ലാറ്ററൽ വോളാണോ, ആൻറ്റീരിയർ സെപ്റ്റൽ വോളാണോ, അത് ഡിപ്പെൻഡ് ചെയ്ത് അതിൻ്റെ ECG ചേഞ്ചസ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം പേഷ്യൻറ്റ് ഇൻഫീരിയർ വോൾ MI ആയിട്ട് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ST എലിവേഷൻ കാണാൻ പറ്റുന്നത് ലീഡ് 2, 3 ആൻഡ് IVFലായിരിക്കും. ഇൻ കേസ് ഇറ്റ് ഈസ് ഒരു സെപ്റ്റൽ വാൾ അല്ലെങ്കിൽ ഒരു ആൻറ്റീരിയർ സെപ്റ്റൽ വാൾ MI ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും V1, V2, V3, V4 ഇവിടെ ആയിരിക്കും കോമൺ ആയിട്ട് നമുക്ക് ST എലിവേഷൻ കാണാൻ പറ്റും. ലാറ്ററൽ വാൾ MI ആണെങ്കിൽ നമുക്ക് V5 അല്ലെങ്കിൽ V6ലേക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു എല്ലാ ലീഡ്സിലും ST എലിവേഷൻ കാണാൻ പറ്റത്തില്ല. സം കേസസ് ഇൻ കേസ് ഓഫ് അക്യൂട്ട് MI ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അത് റെയർ ആയിരിക്കും, നമുക്ക് അങ്ങനെ അത്രയും ഇതില്ല, എന്നാലും റെയർ ആയിട്ടൊക്കെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ പെരിക്കാർഡൈറ്റിസിലാണെങ്കിൽ നമുക്ക് എല്ലാ ലീഡ്സിലും ST എലിവേഷൻ കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ PR ഡിപ്രഷൻ കാണാൻ പറ്റും. മറ്റൊരു ഡിഫറൻസിയേഷൻ പറയുവാണെങ്കിൽ നമുക്ക് പറയാം MI വന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് Q വേവ് ഫോം ചെയ്യും. പക്ഷേ പെരിക്കാർഡൈറ്റിസിന് Q വേവ് ഫോം ചെയ്യില്ല. അതുപോലെ തന്നെ MI സപ്പോസ് ഇപ്പം ഇൻഫീരിയർ വാൾ MI ആണെങ്കിൽ അതിന് റെസിപ്രോക്കൽ ചേഞ്ചസ് നമുക്ക് വരും. അത് നമുക്ക് പെരിക്കാർഡൈറ്റിസ് നമുക്ക് റെസിപ്രോക്കൽ ചേഞ്ചസ് ECG കാണില്ല. അതാണ് നമ്പർ 1 നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ECG ആണ്. രണ്ടാമത് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്കോകാർഡിയോഗ്രാഫിയാണ്. എന്താണ് എക്കോകാർഡിയോഗ്രാഫി ചെയ്യുന്നത്? എക്കോകാർഡിയോഗ്രാഫി മെയിനായിട്ട് ചെയ്യുന്നത് നമുക്ക് പേഷ്യൻറ്റ് പെരിക്കാർഡിയൽ എഫ്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാവുന്ന മെയിൻ മോട്ടീവ്. അപ്പോൾ നമുക്ക് ഒരിക്കലും പെരിക്കാർഡൈറ്റിസ് ഉള്ള പേഷ്യൻറ്റിനെ എക്കോകാർഡിയോഗ്രാഫി ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. പക്ഷേ നമുക്ക് പെരിക്കാർഡിയൽ എഫ്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അതിന് വൺ ഓഫ് ദ കോംപ്ലിക്കേഷൻസ് ആണ്. പിന്നെ നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുക്കും. ചെസ്റ്റ് എക്സ്റേ എടുക്കുന്നതിൻ്റെ മെയിൻ എയിം നമുക്ക് പേഷ്യൻറ്റ് പെരിക്കാർഡിയൽ എഫ്യൂഷൻ അറിയാൻ വേണ്ടിയാണ്. അതുകൂടാതെ നമ്മൾ ലാബ് ടെസ്റ്റ് ചെയ്യും. നമ്മൾ ചെസ്റ്റ് പെയിനായിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ട്രോപ്പൈ നമ്മൾ ചെക്ക് ചെയ്യും. ട്രോപ്പൈ പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ MIയുടെ ട്രോപ്പയും ഇതിൻ്റെ ട്രോപ്പയുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ട്രോപ്പൈ രണ്ടിനും പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ MIയുടെ ട്രോപ്പൈ ആഫ്റ്റർ 6 hours നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആഫ്റ്റർ 12 hours നമ്മൾ ചെയ്യുമ്പോൾ 2 to 3 times ഹയർ ആയിരിക്കും ഇനിഷ്യൽ റിപ്പോർട്ടിനെക്കാട്ട്. പക്ഷേ പെരിക്കാർഡൈറ്റിസ് ആണെങ്കിൽ ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഒക്കെ കാണത്തുള്ള 0.05 അല്ലെങ്കിൽ 0.1, 0.2 അങ്ങനെയുള്ള ചെറിയ ഫ്ലക്ച്വേഷൻസ് നമുക്ക് പെരിക്കാർഡൈറ്റിസിന് കാണാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യുന്ന ടെസ്റ്റാണ് നമ്മൾ എല്ലാ റൊട്ടീൻ ടെസ്റ്റും ചെയ്യും. നമ്മൾ WBC ചെയ്യും, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സ് ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന നമ്മൾ നോർമലി CRP അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതൊരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. അപ്പോൾ നമ്മൾ CRPയും ESRയും ടെസ്റ്റ് ചെയ്യും. ഇത്രയാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻസ്. അടുത്തതായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് നോക്കാം. എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു പെരിക്കാർഡൈറ്റിസ് ഉള്ള പേഷ്യൻറ്റ് മെയിനായിട്ടുള്ള പ്രസൻറ്റിങ് കംപ്ലയിൻറ്റ് ചെസ്റ്റ് പെയിനാണ്. പെയിനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ്. അപ്പോൾ പെയിൻ മാനേജ്മെൻറ്റാണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പെയിൻ മാനേജ്മെൻറ്റിന് വേണ്ടി നമ്മൾ നോർമലി കൊടുക്കുന്നത് പെരിക്കാർഡൈറ്റിസിന് വേണ്ടി NSAIDs ആണ്. NSAIDs ആണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. അതുകൂടാതെ നമ്മൾ രണ്ടാമത് കൊടുക്കുന്ന മെഡിസിൻ കൊളിച്ചീസിനാണ്. കൊളിച്ചീസിന് ഒരിക്കലും നമ്മൾ കൊടുക്കുന്നത് പെരിക്കാർഡൈറ്റിസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയല്ല,
റെക്കറൻ്റായിട്ട് വീണ്ടും വീണ്ടും പെരിക്കാർഡൈറ്റിസ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൊളിച്ചീസിൻ കൊടുക്കുന്നത്. കൊളിച്ചീസിൻ കൊടുക്കുന്ന പേഷ്യൻറ്റിന് ഡയേറിയ വരുന്നുണ്ടോ നമ്മൾ നോക്കണം. അത് വൺ ഓഫ് ദ സൈഡ് എഫക്ട്സ് ആണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന മെഡിസിനാണ് നമ്മൾ സ്റ്റിറോയിഡ്സ് കൊടുക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു വൺ ഓഫ് ദ കോസസ് എന്ന് പറയുന്നത് ഓട്ടോഇമ്യൂൺ ഡിസീസ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ സ്റ്റിറോയിഡ്സ് കൊടുക്കും. പിന്നെ സർജിക്കൽ ഏരിയയിലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ പെരിക്കാർഡൈറ്റിസിൻ്റെ നമ്മൾ കോംപ്ലിക്കേഷൻ പെരിക്കാർഡിയൽ എഫ്യൂഷൻ ആണെന്ന് പറഞ്ഞു. അപ്പം ആ ഫ്ലൂയിഡ് അഥവാ പേഷ്യൻ്റ് പെരിക്കാർഡിയൽ എഫ്യൂഷനിൽ പോയിട്ടുണ്ട്, അതിന് അളവ് വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് ആ ഫ്ലൂയിഡ് ഡ്രെയിൻ ഔട്ട് ചെയ്യണം. അതിന് ചെയ്യുന്ന പ്രൊസീജിയറാണ് പെരിക്കാർഡിയോസെൻറ്റസിസ്. പെരിക്കാർഡിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവേസീവ് പ്രൊസീജിയറാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ഫ്ലോറിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഐസിയുലാണെങ്കിൽ ഐസി വെച്ചായിരിക്കും ചെയ്യുന്നത്. ഒരു കാത്തറ്റർ വെച്ചാണ് ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റായിട്ട് നമുക്ക് പേഷ്യൻ്റ് ചെസ്റ്റിൽ ഒരു ഇൻസിഷൻ ഉണ്ടാക്കിയിട്ട് ഒരു പിക്റ്റൽ കാത്തറ്റർ ഇട്ടിട്ട് ഡ്രെയിൻ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചില സമയത്ത് നമ്മൾ ഡ്രെയിൻ അന്നേരം തന്നെ എന്തുമാത്രം ഫ്ലൂയിഡ് ഉണ്ടോ അത് നമ്മൾ റിമൂവ് ചെയ്യും. അതല്ല എങ്കിൽ ചില ടൈം നമ്മൾ 1 or 2 days നമ്മൾ ആ കാത്തറ്റർ അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് ഡ്രെയിൻ ചെയ്യും. വൺസ് നമ്മൾ എന്നിട്ട് നമ്മൾ ECG ഒക്കെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി നോർമലായി കഴിഞ്ഞിട്ട് നമ്മൾ കാത്തറ്റർ റിമൂവ് ചെയ്യും. എക്സ്റേ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ഫ്ലൂയിഡ് എന്തുമാത്രം ഉണ്ടെന്നൊക്കെ കൺഫേം ആക്കിയിട്ട് ഒരു സാറ്റിസ്ഫാക്ടറി ലെവലിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ പിക്റ്റൽ കാത്തറ്റർ റിമൂവ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ സർജിക്കൽ മാനേജ്മെൻറ്റ്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ് പെരിക്കാർഡിയൽ എഫ്യൂഷൻ, കാർഡിയാക് ടാമ്പോണിയുടെ കൺസ്ട്രക്റ്റീവ് പെരിക്കാർഡൈറ്റിസ്. പെരിക്കാർഡിയൽ എഫ്യൂഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ 2 ലെയറിൻ്റെ ഇടയ്ക്ക് ഫ്ലൂയിഡ് അക്കമിനേഷൻ ഉണ്ടാകുന്നതിനാണ് നമ്മൾ പെരിക്കാർഡിയൽ എഫ്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് കാർഡിയാക് ടാമ്പോണിയുടെ എന്ന് പറഞ്ഞാൽ ഈ പെരിക്കാർഡിയൽ എഫ്യൂഷൻ വളരെ പെട്ടെന്ന് ഉണ്ടാവുകയും അത് നമ്മുടെ ഹാർട്ടിനെ കംപ്രസ് ചെയ്യും. അത് കാരണം ഹാർട്ടിൻ്റെ ഫങ്ഷനെ അഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷനാണ് നമ്മൾ കാർഡിയാക് ടാമ്പോണിയുടെ എന്ന് പറയുന്നത്. കൺസ്ട്രക്റ്റീവ് പെരിക്കാർഡൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില പേഷ്യൻസിന് മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് പെരിക്കാർഡൈറ്റിസ് വരും. നമുക്കതിൻ്റെ കോസ് അൺനോൺ ആയിരിക്കും. ചിലപ്പോൾ ഒരു 6 months അല്ലെങ്കിൽ ഒരു 3 months അല്ലെങ്കിൽ ഒരു 1 year പെരിക്കാർഡൈറ്റിസ് വരും. അങ്ങനെയുള്ള പേഷ്യൻ്റ് പെരിക്കാർഡിയം ഭയങ്കര തിക്കും ഹാർഡും ആവും. അത് നമ്മുടെ ഹാർട്ടിൻ്റെ ഫങ്ഷനിൽ വീണ്ടും അഫക്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് പെരിക്കാർഡൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് പെരിക്കാർഡൈറ്റിസിൻ്റെ മെയിനായിട്ടുള്ള കോംപ്ലിക്കേഷൻസ്: പെരിക്കാർഡിയൽ എഫ്യൂഷൻ, കാർഡിയാക് ടാമ്പോണിയ ആൻഡ് കൺസ്ട്രക്റ്റീവ് പെരിക്കാർഡൈറ്റിസ്. അടുത്തതായിട്ട് നമുക്ക് നേഴ്സിംഗ് ഇൻ്റർവെൻഷൻ എന്താണെന്ന് നോക്കാം. ഇത് മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യണം. ആസ് യൂഷ്വൽ എല്ലാ പേഷ്യൻസിനും വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യണം. നേഴ്സസിൻ്റെ മെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റ് കാർഡിയാക് ടാമ്പോണിയോട് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കാർഡിയാക് ടാമ്പോണിയോടെ സൈൻസ് ആൻഡ് സിംപ്റ്റംസ് പേഷ്യൻറ്റ് കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുകയാണ് നേഴ്സസിൻ്റെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം കാർഡിയാക് ടാമ്പോണിയോട് എമർജൻസി മാനേജ്മെൻ്റ് ആണ്. കാരണം നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പേഷ്യൻ്റെ ഹാർട്ടിൻ്റെ ഫങ്ഷനായിട്ട് അഫക്റ്റ് ചെയ്യും, പേഷ്യൻ്റ് ഷോക്കിൽ പോകും. അത് പിന്നെ വളരെ വളരെ പേഷ്യൻ്റ് ക്യാൻ ഗോ ടു ഡെത്ത് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പെയിൻ മെഡിക്കേഷൻസ് നമ്മളോട് പറഞ്ഞു. പെയിൻ മെഡിക്കേഷൻസ് കൊടുക്കുമ്പോൾ എൻസെറ്റ്സ് അല്ലെങ്കിൽ എൻസെറ്റ്സ് കൊടുക്കുന്ന പേഷ്യൻറ്റിന് എന്തെങ്കിലും ബ്ലീഡിംഗ് എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൊളിച്ചീസിൻ കൊടുക്കുന്ന പേഷ്യൻറ്റ് ഡയറിയ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ മെഡിസിൻസ് സൈഡ് എഫക്റ്റ് ചെക്ക് ചെയ്യുക. പിന്നെ ഉള്ള നേഴ്സിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിനോട് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക. അപ്പോൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക, ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യലെന്ന് പറയുക. കാരണം നമ്മൾ കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ പെരിക്കാർഡിയം ഇൻഫ്ലംഡ് ആണ്. നമുക്ക് കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ കൂടും, നമ്മുടെ ബ്ലഡ് സപ്ലൈ കൂടും. ബ്ലഡ് സപ്ലൈ കൂടുമ്പോഴത്തേക്ക് വീണ്ടും ഈ പെരിക്കാർഡിയത്തിനുള്ള പ്രശ്നം അത് വീണ്ടും വഷളാവും. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനോട് പറയണം നമ്മൾ ബെഡ് റെസ്റ്റ് എടുക്കണം. നമ്മൾ എപ്പോഴും പേഷ്യൻറ്റ് ചെസ്റ്റ് പെയിൻ കംപ്ലീറ്റ്ലി ഹീൽ ആവുന്നിടം വരെ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റിലീവ് ആവുന്നിടം വരെ, അതല്ലെങ്കിൽ CRP, കാരണം ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ് നമ്മൾ പറഞ്ഞു. CRP ബാക്ക് ടു നോർമൽ ആവുന്നിടം വരെ പേഷ്യൻറ്റ് റെസ്റ്റ് എടുക്കാൻ പറയുക. പേഷ്യൻറ്റിന് എവരിതിങ് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ മാത്രമേ പേഷ്യൻറ്റ് നോർമൽ ആക്ടിവിറ്റീസിലോട്ട് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അതിനുള്ള പ്രോപ്പർ എഡ്യൂക്കേഷൻ നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടുള്ള നമ്മുടെ സൈഡിൽ നിന്നുള്ള മാനേജ്മെൻറ്റ്. പിന്നെ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞു. എന്താണ് പെരിക്കാർഡൈറ്റിസ് എന്ന് പറഞ്ഞു, അതിൻ്റെ കോസസ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ സൈൻസ് ആൻഡ് സിംപ്റ്റംസ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഡയഗ്നോസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആൻഡ് നേഴ്സിംഗ് മാനേജ്മെൻറ്റ്. നമ്മൾ ഓൾമോസ്റ്റ് പെരിക്കാർഡൈറ്റിസിൻ്റെ മോസ്റ്റ് ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെങ്കിലും ഇതിനുള്ളിൽ നിന്നൊക്കെ വരാനുള്ള ചാൻസേ ഉള്ളൂ. ഇതിൻ്റെ വെളിയിൽ നിന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.